കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ നിയമാവർത്തനം 33:29. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയും നിന്നെ മഹത്വമണിയിക്കുന്ന വാളും ആയ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെപ്പോലെ മറ്റേത് ജനതയാണുള്ളത്? ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടി മെതിക്കും. കർത്താവിൻ്റെ വചനം. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. മത്തായി 5:2-10 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1-2 വാക്യം. കർത്താവും ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളതാണ്. സങ്കീർത്തനം 33:12. ഈ വചനങ്ങളാൽ കർത്താവിൻ്റെ വചനം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാം ശുദ്ധീകരിക്കട്ടെ. ഈ വചനത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം. ഇവിടെ കുറേ ഭാഗ്യവാന്മാരെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ ഭാഗ്യമുള്ളവരാണോ, ഭാഗ്യമുള്ളവരോടൊപ്പം ചേരുന്നവരാണോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ ഭാഗ്യവാന്മാരിൽ നമ്മൾ അകപ്പെടുന്നുണ്ടോ? ഇതാ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ പല ഭാഗ്യവാന്മാരെയും നമുക്ക് ഈ വചനത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു ഭാഗ്യം നമ്മളിലുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈ വചനത്താൽ ശുദ്ധീകരിക്കട്ടെ. ഈ വചനം എല്ലാവർക്കും ജീവിതത്തിന് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകട്ടെ. ഈ വചനം കേൾക്കുകയും ഇതേക്കുറിച്ച് ധ്യാനിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സമൃദ്ധി എല്ലാ മക്കൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവായ ദൈവമേ, സ്വർഗീയ രാജാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, ഭവനമുണ്ടായിട്ട് സ്വസ്ഥതയിൽ ജീവിക്കാൻ കഴിയാത്ത, സ്വസ്ഥത അനുഭവിക്കാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ഒരു കാരണവശാലും മനസ്സമാധാനം കിട്ടാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, അവരുടെ ഹൃദയത്തിൽ അങ്ങ് വാസം ഉറപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, വിദേശത്തായിരിക്കുന്ന മക്കൾ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾ, ജോലി ഉണ്ടായിട്ടും കഠിനാധ്വാനം ചെയ്യുന്ന മക്കൾ, അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. ഇപ്പോൾ വിശേഷാൽ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അപ്പാ പിതാവേ, അങ്ങയുടെ സ്നേഹവാത്സല്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ ഇന്ന് അമല ധ്യാന യന്ത്രത്തിലേക്ക് പോകുകയാണ്. യേശു കൃപ അനുഭവ ധ്യാനം 4 ദിവസത്തേക്ക് അവിടെ നടക്കുന്നു. അതിനായി ഞങ്ങൾ കടന്നു പോകുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കും. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.